എല്ലാ മച്ചന്മാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ MT. മച്ചമ്മൻ ഇന്ന് നമ്മളെ ക്രിയേറ്റർ ക്ലബ് കയറുന്നതിന് ലാസ്റ്റ് എപ്പിസോഡാണ്. മച്ചമ്മൻ ഒരു കാര്യം പറയാനുള്ളത്. ഇത് ഫസ്റ്റ് ഡിവിഷനാണ്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല മച്ചമ്മൻ. എന്തായാലും ഇതിൽ നിന്ന് പോട്ടെ, ഇതിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന ടീം നേരെ സ്പെയിൻ ലീഗ് കളിക്കുന്നതായിരിക്കും. നാഷണൽ സ്പെയിൻ ലീഗ് കളിക്കുന്നതായിരിക്കും. അതായത് റയൽ മാഡ്രിഡ് ബാഴ്സലോണയൊക്കെ ഉള്ളത്. അപ്പം ആ ലീഗ് കളിക്കുന്നതായിരിക്കും. അതിലേക്ക് പ്രൊമോട്ട് ആകുന്നതായിരിക്കും. ഇന്ന് ഫസ്റ്റും സെക്കൻഡും കിട്ടുന്നതാണ്. ആരും നോക്കാൻ മനസ്സിലായി ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മളെ കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വെച്ചവരെ. അപ്പം നമുക്കിവിടെ ചാൻസ് കിട്ടുന്നുണ്ട്. അൻഡ്രാനോ ടു ബച്ചിയുടെ ഗോൾ ചെയ്യണം. സെക്കൻഡ് ഗോൾ ഫോർ ബച്ചിന് രണ്ടാമത്തെ ഗോളാണ് മച്ചവന്. ഈ ടീമിന് രണ്ടാമത്തെ ഗോളാണ് ബച്ചിൻ്റെ. അപ്പം മച്ചവന് നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കേൾക്കുന്നത് ഞാൻ പുറത്തുനിന്നാണ് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കിളികളൊക്കെ സൗണ്ട് ആയിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് കളിയിലേക്ക് തിരിച്ചു തരാം. അവർക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മച്ചവരെ. നല്ല അറ്റാക്കാണ് വെച്ചാൽ നല്ല ഡിഫെൻഡിങ് സ്ലൈഡ് ആക്കണമെങ്കിൽ നമുക്ക് ബോൾ ഡിഫെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്കൊരു നമ്മളെ ക്യാപ്റ്റന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഫസ്റ്റ് ഹാഫിലും ബച്ചയുടെ ഗോളിന് മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ വീണ്ടും അവർക്ക് അഗെയിൻ സെക്കൻഡ് ഹാഫ് ചാൻസ് ആണ്. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും നോക്കാം. ഇല്ല വെച്ചവന് എന്തായാലും കളി പോയിട്ടുണ്ട്. വീണ്ടും അവർക്ക് തന്നെയാണ് ചാൻസ്. അഗെയിൻ ചാൻസ് ആണ് അവർക്ക്. ഇത് മിക്കവാറും നമ്മൾ കളി തോക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും 2 ഗോൾ അടിച്ചിട്ടുണ്ട്, കംബാക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും അവർക്ക് തന്നെ ഒരു ചാൻസ്. നമുക്ക് ഒരു ചാൻസ് പോലും തരുന്നില്ല. പക്ഷേ എന്തായാലും ലോങ് പാസ് വീണ്ടും അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഗോളിനെ ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞെങ്കിലും ലാസ്റ്റ് ഗോളി തന്നെ ഒന്ന് നോക്കുക വെച്ചാൽ നമ്മളെല്ലാവരും എനർജി കഴിഞ്ഞിരിക്കും. എന്തായാലും ഡിഫെൻഡൻസ് മാറ്റിയിട്ട് പിന്നെ ഒരു അറ്റാക്കറിനെ കൂടി വെക്കാൻ വെച്ചാൽ ആരാണില്ല നോക്കിയിട്ട് അപ്പോൾ നല്ലതിനെ നോക്കിയിട്ട് വെക്കാൻ വെച്ചാൽ പോലെ. പിന്നെ ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് വരാൻ വെച്ചാൽ പോലെ. അപ്പോൾ മച്ചവൻ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 79 മിനിറ്റ് ആയിട്ടുണ്ട്. അവർക്കൊരു പെനാൽറ്റി, അതും ഗോൾ അടിച്ചിരിക്കുകയാണ് വെച്ചാൽ 3-1 ആയിരിക്കുകയാണ് വെച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും മച്ചവനെ. എന്തായാലും മച്ചവന് 3-1 പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കളി തന്നെ തോറ്റിട്ടുണ്ട് വെച്ചാൽ നമുക്ക് 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2ാം സ്ഥാനത്താണ്. ഫസ്റ്റത്തെ എന്തായാലും നോക്കണ്ട, 74 പോയിൻ്റ് ഉണ്ട്. ഇനി അവർ ജയിക്കും. നമുക്ക് വെറും 65 പോയിൻ്റേ ഉള്ളൂ. സെക്കൻഡ് നിൽക്കുന്നുണ്ട്. എന്തായാലും സെക്കൻഡ് എന്നാലും പ്രൊമോട്ട് ഉറപ്പാണ്. അപ്പോൾ അടുത്ത മാച്ചിലേക്ക് പോകാം. പക്ഷേ അടുത്ത മാച്ച് ഞാൻ സ്കിപ്പ് ചെയ്തു. 5-6 തോറ്റിരിക്കുകയാണ് വെച്ചാൽ. അപ്പം എന്തായാലും അതും തോറ്റു. ഫസ്റ്റ് ഡിവിഷൻ കപ്പ് ഡിനാമോ പെട്ടിയോമി എന്ന് പറയുന്ന ടീമാണ്. ഡിനാമയാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. അപ്പം ലീഗ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി കളിച്ച് കഴിഞ്ഞു. ഇനി 2-3 ലീഗ് മാത്രമേ ഉള്ളൂ, 2 കളികളും മാത്രമേ ഉള്ളൂ. പിന്നെ അറ്റാക്ക് വൺ ഹൈലൈറ്റ് മാത്രം വെക്കുന്നില്ല മച്ചവരെ. അപ്പോൾ മച്ചവന് എന്തായാലും ഇവിടെ നമുക്ക് ചാൻസ് കിട്ടുന്ന മച്ചവന് നമ്മൾ നേരെ ബച്ചി കിട്ടെടുക്കുകയാണ്. ബച്ചിയുടെ ഷോർട്ട് ഡിഫെൻഡിങ് ചെയ്തിരിക്കുന്നു. ഗിവി അഗൈൻ ഗിവി ഷോർട്ട് ബ്ലോക്കായിരിക്കണമെന്നു. അതായത് നമുക്ക് ചാൻസ് ഇല്ലെന്ന് വെയിറ്റ് ചെയ്യാൻ മച്ചവന്. ഇപ്പം മച്ചവന് വീണ്ടും ഇവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ബച്ചി ഷോർട്ട് ഗോൾ ആയിരിക്കുകയാണ് മച്ചവന്. 1-0 ആയിരിക്കുകയാണ്. മച്ചവന് സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് മിനിറ്റ് തന്നെ അവർക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇത് മിക്കവാറും ഗോൾ. നല്ല ഡിഫെൻഡിങ് ആയിരുന്നു. അപ്പം മച്ചവനെ വീണ്ടും നമുക്കിവിടെ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഗോൾ സ്കോർ ചെയ്യാൻ കഴിയും നോക്കാം. അൻഡ്രാനോ ടു ബച്ചി കിട്ടിയിരിക്കുകയാണ്. ഗോൾ സേവിങ് പിന്നെയും ബച്ചിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കിവിടെ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. മച്ചവരെ ഇത് സ്കോർ ആക്കിയിട്ടുണ്ട്. മച്ചവരെ എന്തായാലും 2-1 ആയിരിക്കുകയാണ്. വീണ്ടും അവർക്കൊരു ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. മച്ചവരെ ഇത് സ്കോർ ആകാൻ ശേഷം നല്ല ഡിഫെൻഡിങ്, ഗുഡ് ഡിഫെൻഡിങ്.
എന്തായാലും 80 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ മതി. 87 മിനിറ്റ്, 89 മിനിറ്റിൽ ലാസ്റ്റ് മിനിറ്റ് അവർക്കൊരു ചാൻസ്. ഇതും ഡിഫെൻഡ് ചെയ്താൽ കളി ജയിക്കാൻ വെച്ചാൽ മതി. ഗോളിക്കിൻ്റെ കൈമനക്ക് എന്തായാലും കളി ജയിച്ചിട്ടുണ്ട് വെച്ചാൽ മതി. ഈ എപ്പിസോഡിൽ ആദ്യ വിന്നാണ്. ഇപ്പം കളി ഏകദേശം കഴിഞ്ഞു വെച്ചാൽ മതി. 80-68 പോയിൻ്റാണ്. ഇപ്പം നമുക്ക് നോക്കാൻ വെച്ചാൽ കളി കഴിഞ്ഞോന്ന്. അപ്പം അടുത്ത കളി ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. എന്തായാലും 2-2 ആയിട്ടുണ്ട്. ഒരു 10 ആളെ വെച്ചിട്ട് ടൈല് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് വിടാം. ഇപ്പോൾ ഫൈനല് പിന്നെ ടേബിൾ ഇതെന്താണെന്ന് അറിയില്ല. പക്ഷേ ഏതോ കപ്പിൻ്റെ ഗെയിമാണ് വെച്ചാണോ തോന്നുന്നു. എന്തായാലും സീസൺ ടേബിൾ ടോപ്പേഴ്സ് ആയില്ലെങ്കിലും സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. റണ്ണേഴ്സ് അപ്പോൾ ആയിട്ടുണ്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാൻ വെച്ചാൽ മതി എന്തായിരിക്കണം. ഇപ്പോൾ പ്ലെയർ ഓഫ് ദ അവാർഡൊക്കെ ആരും നോക്കാൻ വെച്ചാൽ മതി നമുക്ക്. ഇപ്പോൾ മച്ചമന സീസൺ എൻഡ് ഓഫ് ദ സീസൺ ആയിട്ടുണ്ട് വെച്ചാൽ മതി. അപ്പം ആയിക്ക് ഗോൾഡൻ മുട്ട് കിട്ടുക നോക്കാൻ വെച്ചാൽ മതി. ഗോൾഡൻ മുട്ട് ആര് കേൾക്കാൻ നോക്കാൻ വെച്ചാൽ കിലിയൻ എംബാപ്പയായിരിക്കും. യെസ് വെച്ചാൽ മതി. കിലിയൻ എംബാപ്പയാണ്. എന്തായാലും വിനീഷ്യസ് ജൂനിയർ പ്ലെയർ ഓഫ് ദ ഇയർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റണ്ണേഴ്സ് പോയിട്ടുണ്ട് വെച്ചാൽ മതി. എന്തായാലും സ്പെയിൻ ലീഗിലേക്ക് പ്രൊമോട്ടായിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് അടിക്കാൻ കഴിഞ്ഞില്ല വെച്ചാൽ മതി. അതിൽ ചെറിയ വിഷമമുണ്ട്. അതിന് വലിയ സീനൊന്നും ഇല്ല വെച്ചാൽ മതി. അപ്പം ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കമൻറ്റൊക്കെ നിങ്ങൾ അറിയിക്കുക. പിന്നെ വെച്ചാൽ മതി നിങ്ങൾക്ക് ഇനി ഏത് ഗെയിമൊക്കെയാണ് കളിക്കേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക വെച്ചാൽ മതി. ഫുട്ബോളാണ് ഫുട്ബോള്. ഏത് ഗെയിമായാലും പ്രശ്നമില്ല വെച്ചാൽ മതി. ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വെച്ചാൽ മതി. നമുക്കത് ചെയ്യാൻ കഴിയുമോ നമുക്ക് സീരിയസ് പോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക വെച്ചാൽ മതി. കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതായത് മറ്റേ ചെറിയ MBൻ്റെ ഗെയിമായാലും സീരിയസ് ചെറിയ MB ഗെയിമാണെങ്കിലും ശരി, ചെറിയ സൈസുള്ള ഗെയിമായാലും ശരി മറ്റേ എപ്പിസോഡായിട്ട് ചെയ്യാൻ പറ്റിയ പോലത്തെ ഗെയിമാണ് മറ്റേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം കമൻറ്റ് ആരംഭിച്ച വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് സീസണിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ മറ്റവർക്കും ബിഗ് താങ്ക്സ്. അപ്പം ഈ വീഡിയോ വെച്ച് എൻജോയ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.